കേസിക്കായിരിക്കും ആലപ്പുഴ. കേസി നല്ല മനുഷ്യൻ തന്നെ. എങ്കിൽ പോലും ആരിഫ് ജയിക്കും എന്നാണ്. ആരിഫിനാണ് മുൻഗണന. ജയസാധ്യത 100% ഞങ്ങളുടെ ശോഭ ചേച്ചിക്ക്. പിണറായി സർക്കാരിനെ ഇപ്പം അവര് വെറുക്കപ്പെട്ടിരിക്കുക ജനങ്ങൾ. ഇപ്പൊ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ആൾക്കാർ തന്നെ വെറുക്കപ്പെട്ടിരിക്കുക. MP KC വേണുഗോപാൽ തന്നെ. ശോഭാ സുരേന്ദ്രന്റെ പേരെ ഞങ്ങൾ പറയത്തുള്ളൂ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം MP അതുപോലത്തെ MP ആയതുകൊണ്ട് കണ്ടു വന്നു പോയി. കഴിഞ്ഞ വർഷം ആരിഫായിരുന്നു. ഇത്രയും വലിയ വികസനം നടത്തിയ ഒരു MP വേറെ ഇവിടെ കിട്ടാറുണ്ടോ? എനിക്ക് ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. ആര് ജയിച്ചാലും നമുക്കൊരു പ്രയോജനമില്ല. എവർക്കും ഹൃദ്യമായ നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ആലപ്പുഴ മണ്ഡലത്തിലാണ്. ഇവിടെ നിന്നും UDF വേണ്ടി വേണുഗോപാലും LDF വേണ്ടി ആരിഫും BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനും മത്സരിക്കുമ്പോൾ വോട്ടർമാർ ആരോടൊപ്പമാണ്? നമുക്ക് നേരിട്ട് ചോദിച്ചാൽ ഇഷ്ടമാണല്ലോ ഏട്ടാ. അതെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർക്കാ ജയസാധ്യത ഉള്ളത് ഇവിടെ? കേസിക്കായിരിക്കും ആലപ്പുഴ. KC വേണുഗോപാൽ UDF. അതെ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? പണ്ടോട്ടുള്ള MP ഒക്കെ അല്ലേ, കഴിഞ്ഞ ഒരു വട്ടമല്ലേ ഉള്ളു മാറിയത്. പുള്ളിക്കായിരിക്കും സാധ്യത. സാധ്യത അദ്ദേഹത്തിനായി. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളില്ലേ. എന്റെ കാഴ്ചപ്പാടിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പേര്? ഒരു മാറ്റം അനിവാര്യമാണല്ലോ എല്ലാത്തിനും. എല്ലാ കാലഘട്ടത്തിലും ഒരാൾ തന്നെ ഭരിക്കുന്നത് ഇഷ്ടമല്ലോ. അതുകൊണ്ട് ഞാൻ ശോഭാ സുരേന്ദ്രൻ. ഇപ്പൊ ആരിഫിനാണ് കഴിഞ്ഞ പ്രാവശ്യം ആരിഫാണ് ജയിച്ചത്. ഈ പ്രാവശ്യം ആരിഫ് ജയിക്കുമെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. പിന്നെ KC ഉള്ളത് കൊണ്ട് ഇനി അതിനെക്കുറിച്ച് KC നല്ല മനുഷ്യൻ തന്നെ. എങ്കിൽ പോലും ആരിഫ് ജയിക്കും എന്നാണ്. ആരിഫിനാണ് മുൻഗണന നമ്മൾ കൊടുക്കുന്നത്. പ്രാർത്ഥന ആരിഫിനൊപ്പമാണ്. ആരിഫിനൊപ്പം തന്നെ. സാധ്യത അത് പറയാൻ പറ്റത്തില്ല. എനിക്ക് ശോഭാ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ? അത് ഇപ്പം കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ട്. നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് കിട്ടാൻ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ വികസനങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ്. ഇവിടെ KC UDF എന്തുകൊണ്ടാണ് UDF ജയസാധ്യത പറയുന്നത്? UDFന്റേന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ കേരള സർക്കാർ കാണിക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര കാലം കൊണ്ട് ഓരോരുത്തർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. ഈ പെൻഷൻ കൊണ്ട് മാത്രം തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഗുളികയ്ക്കായാലും അതിനൊക്കെ ഭയങ്കരമായ വിലയല്ലേ. ഇപ്പൊ ഈ ഗുളിക വാങ്ങിക്കാനും പിടിക്കാനും ഒക്കെ കാശ് വേണ്ടേ. ഈ പെൻഷന് ഉള്ള പെൻഷൻ പോലും കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾ വെറുക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ പിണറായി സർക്കാരിനെ ഇപ്പം അവര് വെറുക്കപ്പെട്ടിരിക്കുക ജനങ്ങൾ. ഇപ്പൊ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ആൾക്കാർ തന്നെ വെറുക്കപ്പെട്ടിരിക്കുക. ആണ് ഈ മരുന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രൂപ എത്ര വേണം? ഞാൻ എൻ്റെ പുസ്തകമല്ല, ഞാനും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് കഴിയുന്നവനാ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. മരുന്നിനൊക്കെ ഭയങ്കരമായ വിലയാ. എന്തോ സാധനത്തിനാ വിലയില്ലാത്തത്. കംപ്ലീറ്റ് സാധനത്തിനും വില കൂടുതലാണ്. അപ്പൊ പിന്നെ അത് കാരണം എല്ലാവരും വെറുക്കപ്പെട്ടു. ഇനിയിപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ KC ജയിക്കത്തുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ UDF സാധ്യത. UDFന് സാധ്യത. കഴിഞ്ഞ വർഷം ആരിഫായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനായിരിക്കും. മൂന്നുപേരും കട്ടക്കട്ടയക്കുന്ന എന്തായാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തുകൊണ്ടാ ശോഭാ സുരേന്ദ്രൻ? കഴിഞ്ഞ പ്രാവശ്യം MP അതുപോലത്തെ MP ആയതുകൊണ്ട് വന്നു പോയി. ഇപ്പൊ വന്നിട്ടുണ്ട് കണ്ടു. പിന്നെ കോൺഗ്രസിന്റെ KC വേണുഗോപാൽ. അത് തമ്മിൽ തല്ലാനേ അവർക്ക് കാര്യമുണ്ട്. ഭരിച്ചോണ്ട് യാതൊരു കാര്യം തമ്മിൽ തല്ലി പിരിയുന്നു. പിന്നെ ഇത് നല്ലൊരു കാൻഡിഡേറ്റ് ഇപ്പൊ ഒരു സ്ത്രീയാണ്. നല്ലപോലെ പ്രയത്നിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ ജയിക്കണം. ഞാൻ പിന്നെ പ്രത്യേകിച്ച് വിജയിപ്പിക്കാനും ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻ. രണ്ട് കൂട്ടർക്കും അങ്ങനെ പറയാനൊക്കത്തില്ല ഈ ഇലക്ഷൻ. രണ്ടു കൂട്ടർക്കും വലിയ ഇതാ. രണ്ടു കൂട്ടരും വലിയ ഇതില്ല. അതുകൊണ്ട് ആർക്കും അതിനെ തീർത്ത് ഇന്നാള് ജയിക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല. അങ്ങനെ ഇവിടെ ഞങ്ങള് ശോഭാ സുരേന്ദ്രന്റെ പേരെ ഞങ്ങൾ പറയത്തുള്ളൂ. കാര്യം വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് BJP നല്ല രീതിയിലൊരു നേതാക്കളെ എല്ലാം കറക്റ്റ് ചെയ്തതാണ്. നമുക്ക് മറ്റു പാർട്ടികളിലെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ജയസാധ്യത ശോഭാ സുരേന്ദ്രനാണ്. KC വേണുഗോപാൽ. UDF സാധ്യത. എന്തുകൊണ്ടാണ് UDF സാധ്യത പറയുന്നത്? ഇവിടെ മതേതരത്വം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ UDF തന്നെ അധികാരത്തിൽ വരണം. അതുകൊണ്ട് തന്നെയാണ്. ചേട്ടൻ്റെ ഒരു അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. 3 സ്ഥാനാർത്ഥികളും ഒരേപോലെ മത്സരിക്കുന്നു. സാധ്യത എന്ന് പറയാൻ പറ്റത്തില്ല. 3 ശക്തമായ സ്ഥാനാർത്ഥികളാണ്. എനിക്ക് പ്രത്യേകിച്ച് മത്സരമാണ്. അതുകൊണ്ട് തന്നെ ജയസാധ്യത ആർക്കാണെന്ന് പറയാൻ സാധിക്കുന്നു. പാർലമെന്റ് ഇലക്ഷൻ ആണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആർക്കും ഒരു ജയസാധ്യത ഉള്ളത് ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ? ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ്.
ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായും എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നത്? നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട് കേന്ദ്രത്തിൽ. കേന്ദ്ര സർക്കാരിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ശോഭാ 100% എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. സാധ്യത ഇപ്പം ആരിഫ് KC ഉണ്ട്. ഇപ്പം KC വന്നോണ്ട് ഇപ്പം പറയാനൊക്കത്തില്ല. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ആരിഫിന് നമ്മളെ ടൈറ്റ് മത്സരമായിരിക്കും, അതേ ഉള്ളു. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി കുറച്ച് ടൈറ്റ് ആവും. സാധ്യത പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. BJP വരണമെന്നാ ആഗ്രഹം. ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് പറയുന്നത്? ജയിക്കണമെന്ന് പറയുന്ന ബാക്കിയുള്ളവരെല്ലാം ഭരിച്ചൊരു പരുവാക്കിയില്ലേ ഇവിടെ. അപ്പൊ അന്നേരം ഒരു മാറ്റം വേണ്ട, അവര് വരണം. ഒന്നും പറയാൻ പറ്റില്ല. KC വേണുഗോപാൽ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ 2 വട്ടമൊന്നും ജയിച്ചല്ലേ. അയാൾക്ക് പൊതുവെ ഒരു ഇതുള്ളതാണ്, ജനസമ്മതി ഉള്ള ആളാണ് KC വേണുഗോപാൽ. ആരിഫും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്ത് വേണ്ടെന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പൊ ആരിഫാണ് ആരിഫ് ജയിക്കുകയാണ്. ജയിക്കുമെന്നാണ്. എൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പൊ കമ്മ്യൂണിസ്റ്റിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ആരിഫക്ക വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സാധ്യതയൊന്നും ഇതുവരെ തീരുമാനിക്കാനായില്ല. ആരും ഇവിടെ അതിനെ കുറിച്ചൊന്നും വരുന്നോ പോന്നോന്നും ഇല്ല. ജയിക്കുന്ന എന്തുമായാലും ഒറ്റക്കക്ഷി വരുന്ന ആരാന്ന് വെച്ചാൽ അവരെ ജയിക്കണം. ഇനി അടുത്തൊരാൾ വരുന്നതാണ് അയാളെ നോക്കുക. ഇവർ രണ്ടും അല്ലാതെ മൂന്നാമതൊരാണെന്ന് പറഞ്ഞാൽ BJP അല്ലേ ഉള്ളൂ. BJP ആയിരിക്കണം. BJP ആയി കഴിഞ്ഞാലേ എന്തെങ്കിലും സഹായം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പിന്നെയും കിട്ടും. ഒന്നിനും 2-3 മാസം ഇരിക്കുമ്പോൾ 2000 രൂപ എന്തെങ്കിലും വരും. ഇവരെ കൊണ്ട് അതുമല്ല, ഞങ്ങളെ ഊറ്റി മേടിച്ചോണ്ടിരിക്കും. ഞങ്ങളെ ഊറ്റി അടിച്ചോണ്ടിരിക്കുകയല്ലേ ഇവർ രണ്ടുപേരും കൂടെ. തീർച്ചയായിട്ടും പറയുന്നത് ഒരു മാറ്റം വരണമെന്നാണ്. ഒരു മാറ്റം വരണം. ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് പറയുന്നത്. ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ. അപ്പൊ നമ്മൾ പിടിക്കുന്നതാണ് ചിലപ്പോൾ ആരോഗ്യം കൂടുതലുള്ള ആളായിരിക്കും ചിലപ്പം പിന്നെ വലിച്ചോണ്ട് പോകുന്നത്. അല്ല, ആഗ്രഹം ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ്. ആർക്കാ വിജയ സാധ്യത പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കുന്നില്ല. ശക്തമായ ത്രികോണ മത്സരമാണ്. ആണ്. നേരെ മുൻതൂക്കാർക്കുള്ളത് അത് ആരിഫിനാണ്. ആരിഫിനാണ്. എന്തുകൊണ്ടാണ് LDFന്റെ മണ്ഡലമാണല്ലോ, അതുകൊണ്ട് അവര് പിടിക്കുന്ന പ്രതീക്ഷ. സാധ്യത ഇപ്പോ ത്തോളം KCക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. UDF-നാണ്. കക്ഷി ഇവിടെ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചത്. KCക്കാണ് സാധ്യത. KCക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ BJP. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നത് അമ്മ? ആണ് ഇഷ്ടം. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇവിടെ രണ്ടും കട്ടയ്ക്ക് നിൽക്കുകയാണ്, ആരിഫും KC വേണുഗോപാലും. മത്സരം ആയിട്ടാണ് അവർ തമ്മിലാണ് മത്സരം. പിന്നെ പാർലമെന്റിൽ മികച്ച പെർഫോമറാണ് ആരിഫ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. KC മോശക്കാരനല്ല, നല്ലൊരു ദേശീയ നേതാവാണ്. അപ്പൊ മത്സരം ടൈറ്റാവും. LDF. എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ ആലപ്പുഴ മണ്ഡലത്തേക്കും ആയിരുന്നെങ്കിൽ അഴീക്കലേക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും LDF. മൂന്നുപേർക്കും ഇതാണ്. 3 പേരും ആർക്കാർ നേരിയ മുൻതൂക്കം? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കത്തില്ലേ വോട്ടർമാര്. അതുകൊണ്ട് ആരും വരാം. ആരിഫ് തന്നെ. ആരിഫായിരിക്കും. ആരിഫിന് പറയുന്നത് ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ. ജയസാധ്യത 100% ഞങ്ങളുടെ ശോഭ ചേച്ചിക്കാണ്. ശോഭാ കേന്ദ്രമന്ത്രിയാവും. വനിതാ പ്രാതിനിധ്യം വളരെ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രമന്ത്രി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇവിടെ ജയിക്കണം, ജയിപ്പിക്കണം. അതാണ് ആവശ്യം. മത്സരം ടൈറ്റാണ്. ആർക്കാണ് സാധ്യത പറയാൻ സാധിക്കും? ജയസാധ്യത ഞങ്ങളുടെ സിറ്റിംഗ് MP KC വേണുഗോപാൽ തന്നെ. അദ്ദേഹത്തിനാണ് സാധ്യത. സാധ്യതയുള്ളൂ ഇവിടെ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? അദ്ദേഹമാണ് നമുക്ക് പണ്ടോട്ടേ ഇവിടെ എല്ലാ കാര്യവും ചെയ്തത്. ഇപ്പം പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇവിടെ കാണാത്തത്. ഇനി ഇവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സജീവമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. പാർലമെന്റ് ഇലക്ഷനിൽ ആർക്കാണ് ജയസാധ്യത ഉള്ളത്? ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നത്? എനിക്കവരെ ഇഷ്ടം. കാരണം ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഒരു തൻ്റെ സ്ത്രീ ഇതുവരെക്കൊണ്ട് ഒരു പെണ്ണും കൂടി ഇതുപോലെ സംസാരിച്ചിട്ടില്ല. ആ ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും. ഒന്നും പറയാൻ പറ്റത്തില്ല.
ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അനുസരിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. ആ. അത് എങ്ങനെയാന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ അങ്ങനെ ഇപ്പൊ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ടോ? ത്രികോണ മത്സരമായിരിക്കുമല്ലോ. ശക്തമായ ശക്തമായ മത്സരം നേരിയ മുൻതൂക്കം എന്നാലും വർക്കാൻ പറയാൻ സാധിക്കും. ഒന്നും പറയാൻ പറ്റില്ല. ശക്തമായ ആലപ്പുഴ മുതലേ ഇവിടം വരെ ഇല്ലയോ, ഇപ്പൊ എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നടക്കും. മുൻ എം പി തന്നെ ഇവിടെ വീണ്ടും അധികാരത്തിൽ LDF LDF എന്തുകൊണ്ട് അദ്ദേഹം പറ്റുമെന്ന് പറയുന്നത്? ഇത്രയും വലിയ വികസനം നടത്തിയ ഒരു എം പി വേറെ ഇവിടെ കിട്ടാറുള്ളൂ. ഒരു തരി മതിയല്ലോ, അത് പടർന്ന് പിടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധ്യതയുള്ളൂ. എന്തോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതെ സാധ്യത കൂടുതൽ അദ്ദേഹത്തിനാണ്. അല്ല രാജ്യസഭ സീറ്റ് കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഇവിടെ വന്ന് മത്സരിക്കുമല്ലോ. ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ. അതെ. എന്തുകൊണ്ടാണ് ബിജെപിയുടെ പേര് പറയുന്നത്? ഇപ്പോഴെന്ന് വെച്ചാൽ അഴിമതി ഭരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസപ്പടി സംഭവം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇപ്പൊ സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷനോ റേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. കേന്ദ്രത്തിന്റെ ഫണ്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ അതെല്ലാം വക മാറ്റി ചെലവഴിക്കുക. ഇപ്പൊ ED അന്വേഷണവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇവർ കുടുങ്ങും. ഇനി ഭരിക്കാൻ പോകുന്നത് മോദി ഗവൺമെന്റിന്റെ ഒരു ഇതായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത്, ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജയസാധ്യത ഇവിടെ KC വേണുഗോപാലൻ ജയസാധ്യത ഉള്ള ഒരാളാണ്. KC വേണുഗോപാൽ. KC വേണുഗോപാൽ. പിന്നീട് ഇപ്പൊ ആരിഫ് ഇവിടുത്തെ MP ആണ്. അദ്ദേഹം നിൽക്കുന്നു. പിന്നെ ശോഭ നിൽക്കുന്നു. അവര് 3 പേരും ബലത്ത സ്ഥാനാർത്ഥികളാണ്. നമ്മളെ അതുകൊണ്ട് തന്നെ ആർക്കാണ് സാധ്യത എന്ന് പറയാൻ സാധിക്കില്ലെന്നാണോ? സാധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ് ചിന്താഗതി വെച്ച് KC വേണുഗോപാൽ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കടുത്ത മത്സരമായിരിക്കും. കാര്യം BJPക്ക് ഉള്ള സ്ഥാനാർത്ഥി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്രാവശ്യം നല്ല ടൈറ്റ് മത്സരമായിരിക്കും എല്ലാവർക്കും ഉള്ളത്. പിന്നെ കൂടുതലും ചാൻസ് ആരിഫിനാണ്. ശക്തമായ ത്രികോണ മത്സരം പക്ഷേ ഉണ്ടാകും. ആര് ജയിച്ചാലും നമുക്കൊരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ ആര് ജയിക്കണമെന്ന് ആഗ്രഹം താല്പര്യമില്ല.